ചേട്ടാ, ചേച്ചി, നമസ്കാരം. അല്ല, ഇത് ആരായത്? ഷിബു മെമ്പറോ? 5 വർഷങ്ങൾക്ക് മുമ്പ് വോട്ട് ചോദിച്ചു പോയതാ. പക്ഷെ ഇപ്പോഴാ അവനെ കാണുന്നത്. എന്റെ കൊച്ചാട്ടാ, എന്തോ പറയാനാ, ഒരു മെമ്പർ ആയി കഴിഞ്ഞുള്ള ബുദ്ധിമുട്ട് ഞാൻ പറയാതെ കൊച്ചാട്ടൻ അറിയാമല്ലോ. പിന്നെ അറിയാം. ഇന്ത്യൻ പ്രധാനമന്ത്രിയേക്കാൾ വലിയ തിരക്കല്ലേ. മെമ്പറെ ഒന്ന് അടുത്ത് കിട്ടാൻ വേണ്ടി ഞാനിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ എന്താ പറഞ്ഞ്, റോഡുകളെല്ലാം യൂറോപ്യൻ മോഡലിലാക്കി തരാം, എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിട്ട് പോയത്. എന്നിട്ടിപ്പോ എന്തായി? അതെന്തോ കൊച്ചാട്ടാ അങ്ങനെ ഒരു ടോക്ക്? ഈ ഷിബു ഒരു കാര്യമേറ്റാ അത് ഓക്കെയാ. കൊച്ചാട്ടൻ ആ റോഡ് നോക്കണം എന്നറിയാൻ നോക്കിക്കേ, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്ന്, അഡ്വഞ്ചർ ഗെയിംസ് കളിക്കാം. എന്ന് വെച്ചാ ഈ കുഴിയിലൊന്നും വീഴാതെ നമ്മൾ ഈ മുന്നോട്ട് പോകുന്ന ഗെയിംസ് ഉണ്ടല്ലോ, അത് കൊച്ചാട്ടൻ ഈ റോഡിൽ കളിക്കരുതോ. പിന്നെ രണ്ടാമത്തെ കാര്യം, കൊച്ചാട്ടൻ ഒരേ സമയം ഈ റോഡിൽ കാറ് കറക്കാം, ബോട്ട് കറക്കാം. യൂറോപ്പിൽ ഇത്രയൊക്കെ ഉള്ളൂ. ഓ, ഞങ്ങൾ യൂറോപ്പിലൊന്നും പോകാത്തത് കൊണ്ട് ഇതിനെ പറ്റിയൊന്നും വലിയ ഐഡിയ ഒന്നുമില്ല മെമ്പറെ. മെമ്പറെ, എനിക്ക് മെമ്പറോട് വളരെ നന്ദിയുണ്ട്. എനിക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഒന്ന് ശരിയാക്കി തന്നല്ലോ. കൊച്ചാട്ടൻ ഇത് കേട്ടോ, ഈ ഷിബു ഒരു വാക്ക് പറഞ്ഞ അത് ഓക്കെയാ. ചേച്ചി, എല്ലാം കൃത്യമായിട്ട് കിട്ടുന്നുണ്ടല്ലോ? ഓ, കിട്ടുന്നുണ്ട്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അല്ലെന്നേ ഉള്ളൂ, വികലാംഗ പെൻഷനാ കിട്ടുന്നത്. എന്റെ ചേച്ചി, പെൻഷൻ ഏതായാലും കിട്ടിയാ പോരായോ? പിന്നല്ലാതെ അപ്പൊ പോരെ കുഴിയുണ്ടോ? ഒരു കാര്യം പറയാനുണ്ട്. വൈകിട്ട് 7 മണി കഴിഞ്ഞാണ്ടല്ലോ ആണ്ടാ മൂലയ്ക്ക് പയ്യന്മാര് വന്ന് വെള്ളോടി ശല്യമൊക്കെ. അതെങ്ങനെ മെമ്പർ 7 മണിക്ക് ശേഷം വിളിച്ചാൽ കിട്ടത്തുമില്ല. അങ്ങനെ കിട്ടാൻ ആ സമയം ഒന്നും ബാറിലായിരിക്കത്തില്ലേ. കൊച്ചേട്ടാ, എല്ലാം ശരിയാക്കാം. അതുകൊണ്ട് ഇത്തവണയും എനിക്ക് തന്നെ വോട്ട് ചെയ്യണം. ഓക്കെ, എല്ലാം ഞാൻ ശരിയാക്കാം. കൊടുക്കും. അപ്പൊ ഇനി പ്രത്യേകിച്ചൊന്നും പറയാനില്ലല്ലോ. ഓക്കെ. ഇതിനാ പറയുന്നത് പൊതുജനം കഴുത. നീ വന്നേ, ഈ കൂടെ നടന്നുള്ള പാരവപ്പുണ്ടല്ലോ അത് വേണ്ട കേട്ടോ. നിനക്ക് അടുത്ത തവണ സീറ്റ് വേണോ? പിന്നെ വേണം. എന്നാ ഈ തള്ളെല്ലാം കണ്ടുപിടിച്ചു.